ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ തുടർച്ചയാണ് ഇന്ന് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ്, അല്ലെ? വെർബും സബ്ജക്റ്റും തമ്മിലുള്ള ഒരു ചേർച്ച അതെങ്ങനെ വേണമെന്ന്, അത് ശരിയായില്ലെങ്കിൽ നമ്മുടെ ഗ്രാമർ അതല്ലെങ്കിൽ സെന്റൻസ് തെറ്റിപ്പോവും. അതാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. നോക്കൂ, നൗൺസ് ഡിനോട്ടിങ് ടു ഈക്വൽ പാർട്സ് ആർ ഓൾവേസ് പ്ലൂറൽ. രണ്ട് ഈക്വൽ പാർട്സ് തമ്മിൽ ചേർന്ന ഒരു സെന്റൻസ് ആണെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കണം. ട്രൗസേഴ്സ്, സ്പെക്ടക്കിൾസ്, പാൻസ്, ജീൻസ്, സിസേഴ്സ്, സ്കെയിൽസ്, ബൈനോക്കുലേഴ്സ്, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ രണ്ട് ഭാഗങ്ങൾ ചേർന്ന്, തുല്യമായ ഭാഗങ്ങൾ ചേർന്ന, അല്ലെ? പാൻറ്, അത് നമുക്കറിയാലോ. അപ്പൊ അങ്ങനെ വന്നാൽ അത് നമ്മൾ പ്ലൂറലായിട്ട് കണക്കാക്കണം. പക്ഷേ വെൻ ദേ ആർ പ്രൊസീഡഡ് ബൈ എ പെയർ ഓഫ്, ഉണ്ടോ, ഒരു ജോഡിയായിട്ട് ഒരുമിച്ച് പറയുകയാണ്, ദ വെർബ് മസ്റ്റ് ബി സിംഗുലർ. ഇത് രണ്ടും തമ്മിൽ, അതാണ് എ പെയർ ഓഫ് ഉണ്ട്, സിംഗുലർ ആയിട്ട് വേണം. അതിനാണ്, നോക്കിയോ, മൈ പാൻസ് ഡാഷ് ഡേർട്ടി. ഏതാണ്? ഈസ് ആണ്, ആറാണ്. അത് നൗൺ ഡിനോട്ടിങ് ടു ഈക്വൽ പാർട്സ് അല്ലേ പാൻറ് എന്ന് പറയുമ്പോൾ? പാൻസ് എന്ന് പറയുള്ളൂ, പാൻറ് എന്ന് പറയില്ല, അല്ലെ? പാൻസ് അതെന്ത് വേണം? ഡിനോട്ടിങ് ആർ, ഓൾവേസ് പ്ലൂറൽ. അപ്പൊ ഏത് വേണം? ഈസ് വേണം, ആറ് വേണോ? ആറ് വേണം, അല്ലെ? എന്നാൽ അടുത്തത് നോക്കിക്കേ, എ പെയർ ഓഫ് എന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വേണം എന്ന് പറഞ്ഞേക്കണേ? വെർബ് മസ്റ്റ് ബി സിംഗുലർ. എ പെയർ ഓഫ് സിസേഴ്സ്, ഈസ് വേണോ, ആറ് വേണോ? സിംഗുലർ ആയിരിക്കണം, ഈസ്. കണ്ടോ, ഇത് നമ്മൾ വ്യത്യാസം കണ്ടോ? പെയർ ഓഫ് എന്നുണ്ടെങ്കിൽ സിസേഴ്സ് ആണെന്ന് കണ്ടുകൊണ്ട് പ്ലൂറൽ എഴുതല്ലേ, സിംഗുലറേ എഴുതാവുള്ളൂ. ഇത് തമ്മിൽ ഓർത്ത് വയ്ക്കുക. അടുത്തൊരു ഇത് നോക്കിയേ, പീപ്പിൾ, പോലീസ് ആൻഡ് കാറ്റിൽ ആർ ഓൾവേസ് പ്ലൂറൽ. പീപ്പിൾ എന്ന് പറഞ്ഞാൽ എസ് ഒന്നും ഇല്ലല്ലോ എന്ന് എഴുതിക്കൊണ്ട് സിംഗുലർ ആണെന്ന് എഴുതല്ലേ. പീപ്പിളും പോലീസും കാറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പ്ലൂറൽ ബഹുവചനമായിട്ട് ഉപയോഗിക്കണം. പീപ്പിൾ ഡാഷ് അറസ്റ്റഡ് ദ തീഫ്. ഹാവ് വേണോ, ഹാസ് വേണോ? കണ്ടോ, പീപ്പിൾ, പോലീസ് ആൻഡ് കാറ്റിൽ ആർ ഓൾവേസ് പ്ലൂറൽ. പ്ലൂറൽ ഏതാണ് വേണ്ടത്? ഹാവ്, അല്ലെ? ഹാവ്. ദ ന്യൂസ്, അടുത്തത് ഇതൊക്കെ ന്യൂസ്, മംസ്, ബില്യാർഡ്സ്, ഈച്ച്, എവരി വൺ, എനി വൺ, എക്സെട്ര ആർ സിംഗുലർ. ഉണ്ടോ, ന്യൂസ് എന്നാണ് ഇവിടെ കിടക്കണം. അപ്പൊ ഏത് വേണം? ഹാസാണ്, ഹാവ് വേണോ വേണ്ടേ? ഹാസാണ്, ഹാവ് വേണോ വേണ്ടേ? ദ ന്യൂസ് ഹാസ്, സിംഗുലർ, അല്ലേ? ഇവിടെ നമുക്ക് ഇത് പീപ്പിൾ എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളിവിടെ പൂരിപ്പിച്ചില്ല, അല്ലേ? പീപ്പിൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആയിരിക്കണം. ഏതാണ്ട് ഇവിടെ ആറായതല്ല കേട്ടോ, അത് നമ്മൾ എഴുതിയില്ലായിരുന്നു. ദ പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ യു, അല്ലേ? അത് കഴിഞ്ഞാൽ ദ പോലീസ്, പോലീസ് എന്ന് പറഞ്ഞാൽ ഏതാ വേണ്ടേ? പ്ലൂറൽ. പോലീസ് ഹാവ് അറസ്റ്റഡ് ദ തീഫ്, അല്ലേ? അടുത്തത് ന്യൂസ് വരുമ്പോൾ ഏത് വേണം? ന്യൂസ് സിംഗുലർ. ന്യൂസ്, എവരി വൺ, ഈച്ച്, എനി വൺ, എക്സെട്ര വരുമ്പോൾ സിംഗുലർ ആണ് വേണ്ടത്. അതുകൊണ്ട് ഹാവ് അല്ല വേണ്ടത്, ഹാസ് ആണ് വേണ്ടത്. അടുത്ത നോക്കി, ഈച്ച് ഓഫ് ദി ബോയ്സ്. ഉണ്ടോ, ന്യൂസ്, പിന്നെ ഈച്ച്, എവരി വൺ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ സിംഗുലർ. അപ്പോൾ ഇത് നോക്കിയപ്പോഴും ഈസാണ്, ആറാണ് വേണ്ടേ? ഈസാണ്, കാരണം ഈച്ച് ഓഫ് ദി എന്നുണ്ട്, സിംഗുലർ. ന്യൂസ് ഉണ്ട്, സിംഗുലർ, അല്ലേ? അടുത്ത് നോക്കിക്കേ, അപ്പൊ ഇത് നമ്മൾ നോക്കി, ഇത് നോക്കി, പീപ്പിൾ, പോലീസ് ഇത് നോക്കി, ന്യൂസിന്റെ ഈച്ച്, എവരി വൺ ഒക്കെ നോക്കി. പിന്നെയോ ഫർണിച്ചർ, മിഷനറി, ലഗേജ്, ക്രോക്കറി, ട്രാഫിക് എക്സെട്ര ഹാവ് നോ പ്ലൂറൽ. ബഹുവചനം ഇല്ല, സിംഗുലർ ആയിട്ട് വേണം ഉപയോഗിക്കാൻ. ഏതൊക്കെയാണ്? ഫർണിച്ചേഴ്സ് എന്ന് പറയല, അല്ലെ? അതുപോലെ മിഷനറീസ് എന്ന് പറയല, ലഗേജസ് എന്ന് പറയല. ഫർണിച്ചർ, മിഷനറി, ലഗേജ്, ക്രോക്കറി, ട്രാഫിക്, ഇവയൊക്കെ എങ്ങനെയാണ്? നോ പ്ലൂറൽ. അപ്പൊ സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാവുന്ന അർത്ഥം. ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, ഓൾ ദ ഫർണിച്ചേഴ്സ് എന്ന് പറയുമോ? ഇല്ല. ഓൾ ദ ഫർണിച്ചർ, എല്ലാ ഫർണിച്ചറുകളും എന്ന് പറയുമ്പോൾ ഏതാ വേണ്ടേ? വാസ എഴുതാവുള്ളൂ, പ്ലൂറൽ ഇല്ലല്ലോ, വേറെ എഴുതല്ലേ, വാസ്. അതുപോലെ ഫർണിച്ചേഴ്സ് എന്നും പറയരുത്, അല്ലേ? ഓൾ ദ ഫർണിച്ചർ വാസ് സോൾഡ്. അങ്ങനെ ഇത് നിങ്ങൾ ബൈഹാർട്ടെങ്കിലും പഠിച്ചു വെക്കണം. മിക്കവാറും പലർക്കും തെറ്റുന്ന ഒരു കാര്യമാണ് ഇതെല്ലാം. ഈ ന്യൂസ്, അതുപോലെ പീപ്പിള്, അല്ലെ, ഫർണിച്ചർ, ഇതൊക്കെ സിംഗുലറോ പ്ലൂറലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് സംശയം വരുന്നതാണ്. ഈച്ച് വൺ, എവരി വൺ, എനി വൺ എന്നൊക്കെ പറയുമ്പോൾ, എവരി വൺ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ഉണ്ടല്ലോ, ആ പ്ലൂറലാണെന്ന് ഓർക്കരുത്. അതൊക്കെ സിംഗുലർ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ. ഇത് എഗ്രിമെന്റ് ഓഫ് വെർബ് ആൻഡ് സബ്ജക്റ്റ് സിമ്പിൾ ആണല്ലോ എന്ന് നമ്മൾ വിട്ടുകളയരുത്. വളരെ ശ്രദ്ധിച്ച് മാത്രം പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.